ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ ഇന്നലെ വീഡിയോ ഇട്ടില്ല കേട്ടോ. ഇപ്പോൾ എന്നൊന്നും വീഡിയോ ഒന്നും ഇടുന്നില്ല, മടിയാണ് സുപ്പുവിന്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫേസ് പായ്ക്കാണ് സുപ്പു കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. കിടുക്കാച്ചിയാണ്. നമ്മുടെ മുഖമൊക്കെ കൊണ്ട് വെളുത്ത് തുടുക്കട്ടെന്നേ. കാലാവസ്ഥ അറിയാമല്ലോ, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ പായ്ക്കുകളൊക്കെ തേച്ചിട്ട് മുറ്റത്തുനിന്ന് ഇറങ്ങി നിൽക്കേണ്ട കേട്ടോ, കരിവാളിച്ച് പോവും. അപ്പോഴും നമ്മൾ അടിപൊളിയായിട്ട് ആ പായ്ക്ക് ഞാനിവിടെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി, കാണാൻ തന്നെ എന്തൊരു സൗന്ദര്യമാണ്. അപ്പോഴിത് ഇട്ട് നോക്കിയാലോ അതിലേറെ സൗന്ദര്യമല്ലേ. അപ്പോഴേ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാ പശുവിൻ പാലെടുക്കുക. പശുവിൻ പാലിലേക്ക് നമ്മൾ ചൂടാക്കുന്നതിന് മുന്നേ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മളങ്ങ് ചൂടാക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കട്ടയിട്ട്. ഞാൻ അങ്ങനെ കേട്ടോ ഇവിടെ ചെയ്യുന്നത്. പാലെടുക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടലമാവ് ഇട്ട് കൊടുക്കുക. കടലമാവിലേക്ക് പിന്നെ കുറച്ച് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ അതാ സാധാ നമ്മുടെ അടുക്കള ആവശ്യത്തിന് എടുക്കുന്ന മഞ്ഞളോ എടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ കട്ട കെട്ടാതെ ആക്കിയെടുക്കുക. കടലമാവ് കട്ട കെട്ടാതെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് കുറഞ്ഞ തീയിൽ നമ്മളിത് സംഭവം വേവിച്ചെടുക്കുക കേട്ടോ. കടലമാവൊക്കെ ഇങ്ങനെ കുറുക്കിയിട്ടാണ്ടല്ലോ സൂപ്പറാണ്. മുഖത്ത് നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോഴിങ്ങനെ എന്താ എനിക്ക് കണ്ടിട്ട് തന്നെ എന്ത് രസമുണ്ട് കണ്ട. ഇതപ്പോൾ ഇടുമ്പോഴും എന്ത് രസമായിരിക്കും, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇതേ സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി ഏറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സമയം കിട്ടപ്പം രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. വെയിലാണ് കൂട്ടുകാരെ, എനിക്ക് തന്നെ കാണാൻ പറ്റത്തില്ല എന്നെ. സിറ്റൗട്ടിൽ അതിനേക്കാട്ടിലും വെയിൽ, ഇവിടെ അതിനേക്കാട്ടിലും വെയിൽ കേട്ടോ. കണ്ണൊക്കെ അങ്ങോട്ട് പീസായി പോവാന്നേ. അപ്പോൾ നമുക്കിടാം. മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഓക്കെ, എനിക്ക് എന്നെ തന്നെ കാണാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ് ഞാനൊന്ന് നോക്കിയത്. കാണുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ വെറുതെ വീഡിയോ എടുത്തിട്ട് ചീറ്റി പോകത്തില്ലേ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കുറേശ്ശെ എടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്താ വെയിൽ. ഞാൻ അല്ലെങ്കിൽ തന്നെ കുളിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പായ്ക്കട്ടെ. ഇപ്പം ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ലല്ലോ പായ്ക്കളൊക്കെ. അപ്പോൾ ഇത് ദോശമാവൊക്കെ ഇരിക്കുമ്പോൾ ഇഷ്ടം മാതിരി ഞാൻ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ വെളുപ്പിനെ കുളിക്കുമ്പോൾ അത് തേച്ചിട്ട് തന്നെ കേട്ടോ കുളിക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കാത്ത ദിവസം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടത്തില്ല. നമ്മളിതേമാതിരി കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ് പായ്ക്കൊക്കെ ഇടുന്നത് കേട്ടോ. അല്ലാത്ത ദിവസം ഞാൻ വെളുപ്പിനെ കുളിക്കുന്നതിന് മുന്നേ അങ്ങ് പായ്ക്കൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇച്ചിരി കട്ടിക്കാൻ ഞാൻ ഇച്ചിരി വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് സമയം കിട്ടുമ്പം കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ അമ്പലത്തിലെ സപ്താഹം കേട്ടോ. ഇങ്ങനെയൊക്കെ പായ്ക്കൊക്കെ ഇടുന്നത് കൊണ്ട് കേട്ടോ വലിയ മുഖക്കുരുവോ കറുത്ത വലുതായിട്ട് പാടുകളോ ഒന്നുമില്ല എൻ്റെ മുഖത്തൊന്നും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി പെരട്ടും കേട്ടോ. പിന്നെ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ അല്ലേ. ക്രീമോ പൗഡറോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പായ്ക്കിടുന്നത് കൊണ്ട് ക്രീമൊന്നും തേക്കാറില്ല. അത് മോളും അത് തന്നെ കേട്ടോ. പൗഡറൊന്നും യൂസ് ചെയ്യാത്തില്ല ഞങ്ങൾ. ഇത് മാത്രം കട്ടിക്കാൻ. ഇത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ ചൂടാക്കുന്നതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ
കുറുക്കിയെടുക്കുക, അല്ലെങ്കിൽ കട്ട കിട്ടും എത്ര നമ്മൾ എങ്ങനെയൊക്കെ ആയാലും. അല്ലെങ്കിൽ പിന്നെ അതേപോലെ സൂക്ഷിച്ച് നമ്മൾ തീ കുറച്ചൊക്കെ ഇട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചാടി പിടിച്ച് നമുക്ക് തീ ഇട്ട് കഴിഞ്ഞ് ഇതങ്ങ് നമ്മുടെ ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിനകത്തോട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ല കളറാണ്. ഇത് കണ്ടിട്ട് തന്നെ എന്ത് രസമുണ്ട്. എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെ കൂട്ടുകാരെ. നമ്മളല്ലാതെ വേറെ പരിപാടിയൊന്നും ചെയ്യാൻ പോകത്തില്ല കേട്ടോ. നാച്ചുറൽ ടിപ്പുകളാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലേ. കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. തീർന്നേ, കട്ടിക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. മെസ്സേജ് നോക്കി ചിരി വരുന്ന ഞാൻ എനിക്ക് മെസ്സേജ് നോക്കി ചിരി വരുന്ന ഞാൻ കേട്ടോ. ഉദ്ദൂസ് ഓക്കെ. നമുക്കിനി 15 മിനിറ്റ് ചേട്ടന്മാർ വന്ന് വിളിച്ചാൽ പോലെ മിണ്ടേക്കരുത്. പാത്തിരുന്ന് ചേട്ടാ ഞാനിവിടെ പായിച്ചിട്ട് ഞാൻ മിണ്ടത്തില്ല കേട്ടോ. മിണ്ടത്തില്ല ഞാനെന്ന് പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയിട്ട് ചുപ്പ് വരാൻ കേട്ടോ കാണിക്കാം. ഇവിടെ വരെ ചെയ്യണം കേട്ടോ. കഴിപ്പിൻ്റെ ഇവിടെ വരെയൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ഭാഗം വെളുപ്പും ഇത്രയും ഭാഗം കറുത്തും ഇരിക്കും കേട്ടോ. ചെയ്യുമ്പോൾ ഇങ്ങനെ ഓക്കെ. ഇതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ 15 മിനിറ്റ് നിന്നു. നന്നായിട്ട് കളറ് കിട്ടി കേട്ടോ. നന്നായിട്ട് നമുക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. ഇവിടുത്തെ കളറിനെക്കാട്ടിലും ഇവിടെ വരെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അല്ലേ. നല്ല വ്യത്യാസമില്ല നേരത്തേനെക്കാട്ടിലും. നേരത്തെ കൂതറ മോന്തയായിട്ടല്ലേ ഞാൻ വന്നത്. നല്ല തെളിച്ചമുണ്ട് കേട്ടോ മുഖത്ത്. നല്ല തെളിച്ചം. മുടിയിലൊക്കെ പറ്റിയതൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് മുഖം മാത്രമാണ് കഴിയുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ തുടർച്ചയായിട്ടൊക്കെ ഇട്ട് പോകണം കേട്ടോ. ഒരു 2-3-4 പ്രാവശ്യമൊക്കെ ഒരാഴ്ച ഇട്ട് നോക്കണം കേട്ടോ. ഫങ്ഷനൊക്കെ പോകാൻ നേരം ഇട്ടിട്ടൊക്കെ പോകണം. എന്ന് വെച്ചാൽ ഇത് കടലമാവ് നമ്മൾ കുറുക്കിയിട്ടത് കൊണ്ടാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കുറുക്കിയിട്ട് അല്ലാതെയാണെങ്കിലും നമ്മൾ കടലമാവ് മാത്രമാണെങ്കിലും നമ്മുടെ മുഖം കഴുകുന്നത് അത് നല്ല തെളിച്ചം കിട്ടും. പക്ഷേ ഇത് നമ്മൾ കുറുക്കിയാണ് ഇട്ടത്. പാലും ഇതെല്ലാം കൂടെ കുറുക്കിയിട്ടത് കൊണ്ടാണ് നല്ല ഒരു ഇത് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനേക്കാളും എനിക്ക് കണ്ണാടിക്കകത്താണല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് വെയിൽ കൊണ്ട് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ണ് കാണാൻ വയ്യ എനിക്ക് ഈ വെയിലത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഞാൻ എത്ര പൊട്ട് നേരെ എടുത്ത് വെച്ചാലും കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ എളുപ്പമല്ലേ, എളുപ്പപ്പണിയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചൂടാക്കി പുരട്ടി നോക്കിക്കോളൂ. ഒരു 15 മിനിറ്റ് നിന്നാൽ മതി കേട്ടോ. ആഴ്ചയിലൊരു അടുപ്പിച്ച് 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കേ. മുഖത്ത് നല്ല കളർ കിട്ടും, നല്ല തെളിച്ചം കിട്ടും കേട്ടോ. ഈ കറുത്ത പാട്, മുഖക്കുരുവൊക്കെ വന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ടൊക്കെ ചെയ്യാനും നോക്കണം. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. തണുത്ത വെള്ളത്തിലും നമ്മൾ കഴിയണം കേട്ടോ. അടിപൊളി. അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ ഇത്രയൊക്കെയുള്ള നമ്മുടെ കുട്ടി വീഡിയോ കേട്ടോ, കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിഷയങ്ങളും നല്ല കിടക്കാഴ്ച ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.